ഹലോ ഹായ്. ഇന്ന് ഞാൻ മാങ്ങയുടെ ഒരു റെസിപ്പി, മാങ്ങയുടെ സീസണല്ലേ, അപ്പോൾ മാങ്ങയുടെ റെസിപ്പി ഇഷ്ടം പോലെ ഇപ്പോൾ മാങ്ങയുടെ സീസണാണ്. പക്ഷേ പുളിയില്ലാതെ നല്ല പുളിയുള്ള മാങ്ങയാവരുത്, ഇളം പുളിയില്ല. നമ്മുടെ നാട്ടിലെ സേലം മാങ്ങ, കിളിമൂക്കൻ മാങ്ങ എന്നൊക്കെ പറയുന്ന ആ മാങ്ങയെ ആണ് ഏറ്റവും നല്ലത് ഇതിന്. അപ്പം കാരണം വെച്ചാൽ പുളി അധികം ഉണ്ടെങ്കിൽ ഞങ്ങൾ പഞ്ചസാരയുടെ അളവ് കൂടുതൽ ചേർക്കേണ്ടി വരും. ഇതിന് പുളി 1/2 കിലോ മാങ്ങയാണെങ്കിൽ 1/2 കിലോ പഞ്ചസാര ആണ് ഇതിൻ്റെ അളവ്. പിന്നെ ഒരു നുള്ളു ഉപ്പ് വേണം. പിന്നെ നമുക്ക് അതിൻ്റെ ഇത് ടേസ്റ്റിന് വേണ്ടി കുറച്ച് ജീരകം, ചില കൂട്ടർ ഉപ്പിന് പകരം ഈന്തുപ്പിടും. ഇത് പഞ്ചസാര ഇനി പൊടിക്കാൻ വെക്കുക. പഞ്ചസാര ഇപ്പോൾ 1/2 കിലോ പഞ്ചസാര ആണ് ഇത് ഇടുന്നത്. അത് മിക്സിയിൽ നന്നായിട്ട് പൊടിച്ചെടുക്കണം. അതിൻ്റെ കൂടെ കുറച്ച് നമുക്ക്, ഞാൻ സാധാരണ കാശ്മീരി സാൾട്ടാണ് ഇട്ടത്, സാധാരണ നമുക്ക് ഇടാം. പിന്നെ ജീരകം, പിന്നെ ഇന്തുപ്പ് എന്ന് പറയാം, അതിന് ഇന്തുപ്പ് ഇവിടെ പറയും, കാലാനമക്ക് എന്ന് പറയും, അതും ഇടാം. പിന്നെ കാശ്മീരി മുളക് പൊടിയും ഇടാം. അത് ഓരോരുത്തരും ഇഷ്ടം പോലെ. എന്നിട്ട് ഇത് ഇട്ട് ഒരു തുള്ളി പാനിൽ ഒരു തുള്ളി വെള്ളം പോലും ഉണ്ടാകാൻ പാടില്ല, വെള്ളത്തിൻ്റെ ഈർപ്പേ ഉണ്ടാകാൻ പാടില്ല. അതിൽ പാൻ ചൂടായി അതിൻ്റെ ഈർപ്പെല്ലാം പോയി കഴിഞ്ഞതിൻ്റെ ശേഷം പഞ്ചസാര പൊടിയിട്ട് അതിന് ശേഷമാണ് മാങ്ങ ഇട്ട് നന്നായിട്ട് ഇളം ചൂടിൽ ഇതാക്കണം. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഇങ്ങനെ വെള്ളം കുറച്ച് കഴിയുമ്പോൾ മെൽട്ടായി വെള്ളം ഉണ്ടാവും. ആ വെള്ളം, ഈ മാങ്ങേൻ്റെ വെള്ളം, ആ മാങ്ങ നന്നായിട്ട് ആ വെള്ളം മുഴുവൻ ഇതായിട്ട് വറ്റി വരണം. അധികം ചൂട് പാടില്ല. പിന്നെ കട്ടി കൂടിയ പാത്രം ആയിരിക്കണം. കാരണം വെച്ചാൽ കട്ടി കൂടിയ പാത്രത്തിൽ ഇത് ഇളക്കി എടുക്കണം, അടിക്ക് പിടിക്കാതിരിക്കാൻ. ചെറിയ തീയിലുമായിരിക്കണം. കുറച്ച് സമയം പിടിക്കും, കാരണം വെച്ചാൽ പതുക്കനെ ഇളക്കിയെടുക്കണം. ചിലർ ഇത് വേലിന് വെച്ചിട്ടും ഉണ്ടാക്കും കേട്ടോ. ഈ പഞ്ചസാര പാവിലിട്ട് മാങ്ങ കൈകൊണ്ട് നന്നായിട്ട് ഇതാക്കി 9-10 ദിവസം വേലിന്, ഇതിൻ്റെ മുകളിൽ തുണിയിട്ട് വേലിന് വെച്ച് അങ്ങനെ ഇത് വെള്ളം വറ്റിച്ചെടുക്കും. അങ്ങനെയും അത് 1 വർഷം വരെ കേടുകൂടാതെ ഇരിക്കുന്ന സാധാരണ പറയാം. അങ്ങനെയാണ് ശരിക്കും ഇതിൻ്റെ റെസിപ്പി. പക്ഷേ ഇത് ഇൻസ്റ്റൻ്റായിട്ട് ഉണ്ടാക്കുന്നത് കാരണം അടുപ്പിൽ വെച്ചിട്ട് പെട്ടെന്ന്, മറ്റേതാകുമ്പോൾ 9 ദിവസം 10 ദിവസമൊക്കെ വെയിലുള്ള പോലെ ഇരിക്കും. വെയിലിൻ്റെ ചൂടുകൊണ്ട് ഇത് വറ്റി പരുവത്തിലായി വരണം. ഇത് ഞങ്ങൾ അടുപ്പത്ത് വെച്ച് ഇതാക്കുന്നത് കാരണം ഇത്ര ചെറിയ സമയത്ത് നന്നായിട്ട് ഇത് ആയതിനു ശേഷം നമ്മൾ ബ്രെഡിലോ ദോശയിലോ ചപ്പാത്തിയിലോ എന്തെങ്കിലും കഴിക്കാൻ നല്ലതാണ്. 6-8 മാസം എന്തായാലും കേട് കൂടില്ല. സാധാരണ ഞാൻ വെച്ച് കഴിഞ്ഞാൽ 1 മാസം പോലും എൻ്റെ ഇടയ്ക്ക് അതിന് മുന്നേ തീരും. ഈ പരുവാണ് ഇതിൻ്റെ പരുവം, ഒരു നൂൽ പരുവം പോലെ. പിന്നെ ബ്രെഡിലാക്കി കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. ഒരു പുളിയും പിന്നെ ഉപ്പും ഇതെല്ലാം നല്ല ജാം പോലെ വീട്ടിലുണ്ടാക്കി വെക്കാം. സീസണല്ലേ, എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത്